ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചിന്നാഞ്ചു. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്ത് ഉണ്ടാക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ചെമ്പരത്തിപ്പൂ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. ഒരു ചിന്ത വന്നു. ചെമ്പരത്തിപ്പൂ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രാന്ത് വല്ലതും ഉണ്ടെന്ന്. അതുകൊണ്ടല്ല, എനിക്ക് ചെമ്പരത്തിപ്പൂ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെമ്പരത്തിപ്പൂ തന്നെ ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചത്. അപ്പോൾ നമുക്കിന്ന് ചെമ്പരത്തിപ്പൂവിൻ്റെ DIYയിലേക്ക് കടക്കാം. ഓക്കെ, സോ കം ടു അവർ വീഡിയോ. ഞാനൊരു റെഡ് കളർ പൈപ്പ് ക്ലീനറാണ് ഇവിടെ നമ്മുടെ ചെമ്പരത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂവിന് സാധാരണ 5 പെറ്റൽസാണ് ഉള്ളത്. 5 പെറ്റൽസിൽ കൂടുതലുള്ള ചെമ്പരത്തിപ്പൂവുണ്ട്. ഞാനിവിടെ 5 പെറ്റൽസ് ഉള്ളൊരു ചെമ്പരത്തിപ്പൂവാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം കണ്ടുവരുന്ന സാധാരണ ചെമ്പരത്തിപ്പൂ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 പൈപ്പ് ക്ലീനേഴ്സ് എടുത്തു. ആ 3 പൈപ്പ് ക്ലീനേഴ്സ് നടുവേ കട്ട് ചെയ്ത് അതൊരു 5 ചെറിയ പീസാക്കി ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് ഞാനിങ്ങനെ വേറൊരു നീളമുള്ള പൈപ്പ് ക്ലീനറിൽ ചുറ്റി ഇങ്ങനെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പൈപ്പ് ക്ലീനർ എന്ന് പറയുമ്പോൾ എൻ്റെ നാക്ക് ഉളുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചില സമയത്ത് തെറ്റുമ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, നമ്മളിപ്പം ഇവിടെ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഏതൾ ഏറെക്കുറെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു 5 പെറ്റൽസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാനത് പറയുന്ന ഇടയിൽ വേറൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. ഞാൻ മെനങ്ങാന്ന് ഇതേപോലെ തന്നെ ഒരു സൂര്യാന്തി പൂ ഉണ്ടാക്കിയത് ഞാനൊരു 1.5 മണിക്കൂർ ഇരുന്ന് ചെയ്തൊരു സാധനമായിരുന്നു. പക്ഷേ അതിന് ഞാൻ പ്രതീക്ഷിച്ചത്ര ഒരു ഹൈപ്പും കിട്ടിയില്ല. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു സമയത്ത് ഞാൻ സൂര്യകാന്തിയുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യകാന്തി പ്രകാശത്തെ നോക്കി സഞ്ചരിക്കുന്ന ഒരു പൂവാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ വന്നിട്ടാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ പുറയിലും ഇതുപോലെ ഒരു റൊമാൻറ്റിക് സ്റ്റോറി ഉണ്ട്. എല്ലാ പൂക്കൾക്കും ഒരു സ്റ്റോറി ഉണ്ട്. അതുപോലെ ചെമ്പരത്തിപ്പൂ, നമ്മുടെയൊക്കെ വിചാരം എന്താ, ഈ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് പ്രാന്തന്മാർ ചെവി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പ് പൂവാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു തോന്നൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു വിചാരം. പക്ഷേ അങ്ങനെയല്ല. ചെമ്പരത്തിപ്പൂവിൻ്റെ പുറയിലും ഒരു ചെറിയൊരു റൊമാൻറ്റിക് സ്റ്റോറി ഉണ്ട്. പക്ഷെ അത് ശരിയാണോ എന്നൊന്നും എനിക്കത്, നമ്മളൊക്കെ കുറേയൊക്കെ മിത്തുകളെ വിശ്വസിക്കുന്ന ആൾക്കാരല്ല, അതുപോലൊരു മിത്താണ് ചെമ്പരത്തിപ്പൂവിനും ഉള്ളത്. അപ്പം ഞാൻ സ്റ്റോറി ചെറുതായിട്ട് ഇവിടെ ഒന്ന് പറയാം. ആ ഒരു സ്റ്റോറി പറയുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു 5 ഇതളും ഉണ്ടാക്കി തീരുമായിരിക്കും. ഞാൻ ആ സ്റ്റോറി പറയാം. പണ്ട് കാലത്ത് ഹിബി എന്ന് പറയുന്നൊരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ പൂക്കളോട് ഭയങ്കര സ്നേഹമായിരുന്നു, പ്രത്യേകിച്ച് ചുവന്ന പൂക്കളിനോട്. കാരണം അവൾ വിശ്വസിച്ചിരുന്നത് ഈ സ്നേഹം, പ്രണയം, ഇതിൻ്റെയൊക്കെ നിറമെന്ന് പറയുന്നത് ചുവപ്പാണ് എന്നൊരു വിശ്വാസം ആ ഒരു ഹിബി എന്ന് പറയുന്ന പെൺകുട്ടിക്കുണ്ടായിരുന്നു. ഹിബിക്ക് സക്സ് എന്ന് പറയുന്ന ഒരു യുവാവിനോട് പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഒരിക്കലും ആ ഒരു പ്രണയം ആ യുവാവിനോട് തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഒരു യുവാവ് യുദ്ധത്തിനായി ആ രാജ്യം വിട്ട് പോയി. രാജ്യം വിട്ടു പോയ സമയത്ത് ഒബ്വിയസ്ലി നമ്മളാണെങ്കിൽ പോലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ, പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ ഹിബിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, അവൻ എപ്പം വരും. അപ്പം പുള്ളിക്കാരത്തി എന്ന് ഈ ഹിബി ദേവസേന ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു. അവിടെ ഒരു ദേവസേന ദേവാലയമുണ്ട്. അവിടെ പോയി പുള്ളിക്കാരത്തി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അവൻ സുരക്ഷിതമായിട്ട് മടങ്ങി വരണേന്നൊക്കെ. അങ്ങനെ ദിവസങ്ങൾ പോയി, മാസങ്ങളായി, അവനെക്കുറിച്ച് ഒരു വാർത്തയില്ല. അവസാനം ഹിബി ദുഃഖത്തിൽ തളർന്ന് ദേവന്മാരോട് അപേക്ഷിച്ചു, എൻ്റെ സ്നേഹമെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. മീൻസ് അവനോട് ആ സ്നേഹം തുറന്നു വിട്ടില്ല. ആകപ്പാട് അവിടെ ഉള്ളത് അവളുടെ ഉള്ളിൽ ആ സ്നേഹം മാത്രം. അപ്പോൾ ആ സ്നേഹമെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കട്ടെ എന്ന് അവൾ ദേവന്മാരോട് പ്രാർത്ഥിച്ചു. അവളുടെ കണ്ണുനീരിൽ നിന്ന് ഒരു ചുവന്ന പൂവ് മുളച്ചു. വളരെ നിസ്സാരമായ ആയുസ്, പക്ഷെ അതിമനോഹരമായ സൗന്ദര്യം. ദേവന്മാർ പറഞ്ഞു, ഹിബിയുടെ സ്നേഹവും സക്സിൻ്റെ ഓർമ്മയും ചേർന്ന് ഈ പൂവിന് ഹിബിസ്കസ് എന്ന പേരുണ്ടാവും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഥ കുറച്ച് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ ആക്ച്വലി ഇതൊരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്. അങ്ങനെ ആ ഒരു ഹിബിസ്കസ് എന്നൊരു പൂവ് നമ്മുടെ ഈ ഒരു ലോകത്ത് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, കഥ ഇത്രയേ ഉള്ളൂ. ആ ഒരു പെൺകുട്ടിയുടെ നിശബ്ദമായ പ്രണയത്തിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് ചെമ്പരത്തിപ്പൂ ആക്ച്വലി നമ്മൾ കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ മൈൻഡിൽ ചെമ്പരത്തിപ്പൂവിനെ കാണുന്നത് ഒരു പട്ടുപിടിച്ചൊരു കൊണ്ടു നടക്കുന്ന പൂവായിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല, ഓരോ പൂവിനും അതിൻ്റേതായ സൗന്ദര്യവും അതിൻ്റേതായ കഥകളും ഒക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെമ്പരത്തിപ്പൂ.
വാക്കൊക്കെ തെറ്റിപ്പോകുന്നു. ചെമ്പരത്തിപ്പൂ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പം ഞാൻ ചെയ്തു ആ ഒരു ചെമ്പരത്തിപ്പൂവിനെ നടുക്കിയിരിക്കുന്ന പൂമ്പൊടിയും അതിൻ്റെ ഇലയും ഒക്കെ ആവാറായി. ഇലയാണ് ഇച്ചിരി പാട്, ഇച്ചിരി ചുറ്റി എടുക്കണം. ഈ പൈപ്പ് ക്ലീനർ ആയതുകൊണ്ടൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ക്ലീനർ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ വളച്ചെടുക്കാനും പിരിച്ചെടുക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് ഏറ്റവും സിമ്പിളാണ് നമുക്ക് ഈ ഒരു പൈപ്പ് ക്ലീനർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്ത കുറച്ച് വീഡിയോസ് ഈ ഒരു യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങളൊന്ന് കയറി കാണുക. നമ്മുടെ ഈ ചെറിയ വർക്കൊക്കെ കാണുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. കാരണം നമ്മൾ അത്രയേറെ എഫേർട്സ് നമ്മൾ ഓരോ യൂട്യൂബ് ചാനലുകാരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു എഫേർട്ട് കൂടെ പറഞ്ഞതാണ്. നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റേതായ ഒരു എഫേർട്ടുണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. നമ്മളിത് ചെയ്ത് ഇടുന്നത് 1, 2, 3 മണിക്കൂർ ഇന്ന് ചെയ്യുന്ന നമ്മുടെ ഓരോ എഫേർട്ടുകളാണ്. ഓക്കെ, ഞാൻ എൻ്റെ സങ്കടം പറയല്ല, ഞാനൊരു പറഞ്ഞതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മുടെ വീഡിയോ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു വികാരം, അത് ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അതിന് ശേഷം നമ്മുടെ ഇലയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പോകും. അതുകൊണ്ട് ഞാൻ ഗ്ലാസ് റോഡിൽ ഞാനൊരു 2 പൈപ്പ് ക്ലീനർ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ അത്രയും ചുറ്റിയെടുത്തത്. എന്നിട്ട് ഞാനത് അതിനകത്ത് ഊരിയെടുത്തിട്ട് നമ്മൾ സാധാരണ കുഞ്ഞ് പൈപ്പ് ക്ലീനർ പൂ ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം ഓരോ ഇതളും ഇങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ അതൊരു മൊട്ടിൻ്റെ ഷേപ്പിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മൊട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ട് ഇച്ചിരി നീളമുള്ളതാണ്. ഞാനിവിടെ ഇച്ചിരി വണ്ണമുള്ള മൊട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ എല്ലായിടത്തും നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. പിന്നെ ഇതുപോലെ തന്നെ മുട്ടിൻ്റെ അടിയിൽ ഒരു ഗ്രീൻ കളർ ചെറുതായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന കുറച്ച് ഇലയും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ചെമ്പരത്തിപ്പൂ മസ്റ്റായിട്ട് കാണും അല്ലേ? ഇപ്പോഴാണ് അധികം അങ്ങനെ കാണാത്തത്. ചെമ്പരത്തിപ്പൂ എല്ലാവരുടെയും വീട്ടിൽ, നാട്ടിൻപുറത്ത് ഉള്ള വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെമ്പരത്തി ചെടി മസ്റ്റാണ്. എല്ലാവരുടെയും വീട്ടിൽ കാണും. മെയിനായിട്ട് ഈ ഒരു നോർമലായിട്ടുള്ള 5 ഇതളുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ഇതളുള്ള ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ട്, അതാണെങ്കിലും എല്ലാം സാധാരണ നാട്ടിൻപുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും നമുക്ക് കാണാറുണ്ട്. ഇനി നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളും ഇലയും മൊട്ടും പൂമ്പൊടിയും ഒക്കെ സെറ്റായി. ഇനി അത് ചേർക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾ സൂക്ഷിക്കണം, കാരണം ചൂടാണ്, കൈ പൊള്ളും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഒട്ടിക്കാൻ. ഞാനിവിടെ ഓരോ ഇതളിലും ഗ്ലൂ ഗണ്ണ് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഈ 5 ഇതളും ഒട്ടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ നടുക്കുള്ള ആ ഒരു പൂമ്പൊടി ഫിക്സ് ചെയ്യാവൂ. കാരണം എന്ന് വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം ഞാനിവിടെ പൂമ്പൊടിയും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ചെമ്പരത്തി പൂവ് ഒന്ന് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു പൂവിൻ്റെ ഇതളൊക്കെ ഒന്ന് കൈവച്ച്, ഞാൻ പറഞ്ഞല്ലോ പൈപ്പ് ക്ലീനർ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളയാനും തിരിയാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ നമുക്കിവിടെ ഏറ്റവും കുറച്ചൊരു എഫർട്ട് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതളുകളും ലീഫുകളെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ ഉണ്ടാകുന്ന ഇതൊരു ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്, അത്രയേ ഉള്ളൂ. അതാണ് കുറച്ച് പ്രശ്നമുള്ളത്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കൊച്ചുകുട്ടിക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ക്രാഫ്റ്റാണ് ഈ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ഈ ഒരു പൈപ്പ് ക്ലീനർ ക്രാഫ്റ്റുകൾ കാണും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പൈപ്പ് ക്ലീനർ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ DIY ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് അത് ചെയ്തു, അതിൻ്റെ ട്രെൻഡൊക്കെ ഔട്ടാവാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് പൈപ്പ് ക്ലീനർ കൈ കിട്ടിയതും പൈപ്പ് ക്ലീനർ ചെയ്യാനൊക്കെ തുടങ്ങിയത്. എനിവേ അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അപ്പം ചെയ്യാം. അതൊക്കെ പോട്ടെ. ഇപ്പോൾ 2025 എൻഡിലേക്ക് നമ്മൾ എത്താറായി. ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ 2025 കഴിയും. 2025 പോയത് തന്നെ വലിയ ഫാസ്റ്റിലാണ്. വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. 2026 നമ്മൾ കടക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുപാട് റെസൊല്യൂഷൻ കാണും, ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. 2025 രക്ഷപ്പെടാത്തവർക്ക് 2026 രക്ഷപ്പെടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർ കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളും പൂമ്പൊടിയും ഇലയും സ്റ്റെമ്മും ഒക്കെ ഞാൻ വെച്ചു. ഇവിടെ ലീഫ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലീഫും കൂടെ നമ്മളിവിടെ ഗ്രീൻ കളർ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനവിടെ ചേർത്ത് വെക്കുന്നത്.
ഗ്രീൻ കളർ മാസ്കിംഗ് ടേപ്പ് വെക്കുന്നതായിരിക്കും കറക്റ്റ്. നമ്മൾ വേറൊരു ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഗ്രീൻ കളറാണ് ഞാൻ സാധാരണ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ കളർ ഗ്രീൻ കളറാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ കളർ വെച്ചിട്ട് നമ്മളത് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് അത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 മുട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 മുട്ട് ആ ഒരു മുട്ടിന് ചേരുന്ന പോലത്തെ ഒരു കുഞ്ഞ് ഇലയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാനിവിടെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്, അത്രയ്ക്ക് വലിയ പെയിൻ്റ് അടിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല, ചെറിയൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷെയ്ഡിങ്ങും കൂടെ ആ ഒരു ഇലയിൽ ചെയ്യുന്നത്. ശരിയൊരു ബ്ലാക്ക് കളറല്ല, അതൊരു ഗ്രീനിൽ കുറച്ച് ബ്ലാക്കും കൂടെ ഒരു ചേർന്നൊരു കളറാണ്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് നമ്മളതിൽ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഗീവ് അവേ കൊടുത്താലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഗീവ് അവേ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഗീവ് അവേ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇതിന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.